അതെന്ത് പറയാനേ മുത്തേ, എനിക്ക് നിന്നെ ഇഷ്ടമില്ലാതിരിക്കോ? നമുക്ക് അവിടെ പോയി ഇരിക്കാലോ. ആ ശരി ശരി. പിന്നെ എന്താ മുത്തേ വിശേഷം പറയേ. പിന്നെ നിങ്ങളെ തന്നെ നോക്കിയിരിക്കുന്നേ. എന്റെ ദൈവം, ഇവിടെ അടിയുണ്ടാക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നേ. എന്തൊരു സ്നേഹം അവര് തമ്മില്. ഞാൻ എവിടെ ഇതുപോലൊക്കെ ഇരുന്നത് പോലെ തന്നെ ഒരു തോന്നൽ. മുത്തേ, അവള് വേറെ എന്തെങ്കിലും നോക്കുന്നതായിരിക്കും, നീ അങ്ങോട്ട് നോക്കണ്ട. ഇവിടെ നരമ്പ് പാർക്ക് അങ്ങനെ വിട്ടാ ചെയ്യാവില്ല. ഇവിടെ ഞാൻ കാണിച്ചു കൊടുക്കാം. വീണ്ടും മോളെ പറയുന്ന കേട്ട് നീ ഇടപെടാൻ പോണ്ടാന്ന്. എന്താ കുട്ടി? കുട്ടി ആരെ കുട്ടി? നീ എന്തിനാണ് എന്റെ ബോയ്ഫ്രണ്ടിനെ തന്നെ നോക്കിയിരിക്കുന്നേ? ഞാൻ എന്തായി പറയുന്നത്? ഞാൻ എപ്പോ നോക്കിയെന്നേ? ദേ നിന്റെ അഭിനയം എന്റെ അടുത്ത് നടക്കില്ല. ഞാൻ കണ്ടല്ലേ നീ വായി നോക്കുന്നേ. നല്ല രീതിയിൽ ഞാൻ തന്നോട് പറയാം, ഞാൻ അയാളൊന്നും നോക്കിയിട്ടില്ല. അങ്ങനെ നോക്കിയാൽ വീഴുന്നവനല്ലേ എന്റെ മനു? അല്ലേ മനു? കുട്ടി ചെല്ലാൻ നോക്ക്. ഈ ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചു. ഇനി എന്റെ ബോയ്ഫ്രണ്ടിനെ നീ ഇടകണ്ടിട്ട് നോക്കുന്നത് ഞാൻ കണ്ടാലുണ്ടല്ലോ. ഇല്ല ഇല്ല, താൻ ചെല്ല്. എന്ത് നോക്കി നിൽക്കാ? നടക്കങ്ങോട്ട്. ആ ശരി ശരി ശരി. നിങ്ങൾ അവളെ നോക്കിയാൽ എനിക്ക് നല്ല സംശയമുണ്ട്. എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്? തോന്നുന്നുണ്ട്, അതാ പറ. നടക്കങ്ങോട്ട്. എന്ത് രസം ഇങ്ങനെ ഇടക്കങ്ങളും പിടക്കങ്ങളുമായിട്ട്. മോളെ, നീ എവിടെ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്? ഇത്ര നേരം ഞാൻ കാത്തൂന് വെയിറ്റ് ചെയ്തിരിക്കുന്നു, അവൾ എന്താ വരാത്തെ? ആ വരുന്നുണ്ട് വരുന്നുണ്ട്. കാത്തു പോയാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് പിന്നെ കാത്തു, അതൊന്നുമില്ല. കാത്തു പോയിക്കോ. കാത്തുവിന് എന്നെ ശരിക്കും ഇഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ ദൈവമേ. എന്നെക്കാളും മുന്നേ അവൾ എന്നെ സ്നേഹിച്ച് തുടങ്ങിയിരിക്കുന്നു. കാത്തു, നീ എന്റേതാ. കാത്തുവിന് ഏറെ ഇഷ്ടമായത് എന്റെ മുട്ടയാന്ന് തോന്നുന്നു. നാളെ തൊട്ട് ഇതിന് മുടി വരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ത്യാഗവും ചെയ്യും. കാത്തു, എന്തൊരു സ്നേഹം അവൾക്ക് എന്നോട്. ദൈവം കൊണ്ട് എത്തിച്ചത് എന്റെ മുന്നിൽ അവളെ. ശരി മോളെ, സൂക്ഷിച്ചു പോണേ. അല്ല, നീ ഇതെങ്ങോട്ടാ പോകുന്നേ? അത് മുത്തശ്ശിക്ക് കാല് വയ്യ, അപ്പൊ ഞാൻ ഇതെടുത്ത് വിൽക്കാന്ന് വിചാരിച്ചു. പട്ടണത്തിൽ പോയി വിൽക്കാനാ നീയോ? അതിനെന്താ, ഞാൻ പട്ടണത്തിലൊക്കെ പോയി വിൽക്കും. നിനക്കിതൊന്നും മുൻപരിചയമില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെയല്ലേ പഠിക്കാം. ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ, സമയം കുറയായി. ആ നാണിത്തല ഇവിടെ മുതലെടുക്കാന്ന് തോന്നേ. അതെ അതെ, എന്തെങ്കിലും ആവട്ടെ. അങ്ങോട്ട് വേ പിടിച്ച് ശരിയാക്കണം. എത്ര നേരമായിട്ടാ തുടങ്ങിയിട്ട്? അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ ഇവിടെ എത്തി. ചേട്ടാ, ആരായി വിളിക്കുന്നത്? ഇതേതാണോ അടുത്ത് കുരിശ്? എന്താടി കൊച്ചേ? ചേട്ടാ കുറച്ച് പപ്പടം എടുക്കുന്നോ? ഇവിടെ വിട വിട വിട്ടോ വിട്ടോ. ചേട്ടാ നല്ല ടേസ്റ്റ് ഉള്ളതാ, ചേട്ടാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കൊച്ചേ, ഞാനിവിടെ ആരും തിരക്കിന്റെ ഇടയിലുള്ള, നിന്നോട് പറഞ്ഞ വേണ്ടാന്ന്. ശരിയേട്ടാ, വേണ്ട, വാങ്ങണ്ട. ശരി, അങ്ങോട്ട് കയറ്റിടോ. ഓരോന്ന് ഇറങ്ങിക്കോളൂ രാവിലെ തന്നെ. ബാക്കിയുള്ളവനെ ഇടങ്ങാറാക്കാൻ. നല്ല തിരക്ക് കേട്ടോ. ചേട്ടാ കുറച്ച് പപ്പടം എടുക്കട്ടെ ഏട്ടാ. വേണ്ട പെങ്ങളെ, വിട്ടോ വിട്ടോ. ചേട്ടാ കുറച്ച് പപ്പടം എടുക്കട്ടെ ഏട്ടാ. വേണ്ട വേണ്ട. ചേട്ടാ കുറച്ച് പപ്പടം എടുക്കട്ടെ. നിങ്ങൾ ഒന്നാമത് ഞാൻ ഈ ലോറി ഇറങ്ങുന്നത്, എനിക്കാണ് തിരക്കുണ്ട്. എന്നെ വെറുതെ ശല്യം ചെയ്യാതെ പോ. ശരിയേട്ടാ എടുക്കണ്ട. ഇതേതാ ഈ പെണ്ണ്? മുമ്പൊന്നും ഇങ്ങോട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ചേട്ടാ പപ്പടം വേണേ ഏട്ടാ. മോളെ ഇങ്ങോട്ട് വന്നേ, ചേട്ടാ നോക്കട്ടെ. ശരിയേട്ടാ, നല്ല ഓർഗാനിക് പപ്പടാണ് ഏട്ടാ, കുറച്ച് എടുത്തോ. മോൾ ഇങ്ങോട്ട് വന്നേ ഏട്ടാ, നോക്കട്ടെ. മോൾ എവിടെയുള്ളതാ? ഇതൊരു ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇനി മേലാ നീ ആരോടെങ്കിലും ഇങ്ങനെ പെരുമാറിയാ? ഇല്ല. വെറുതെ ചോദിച്ചടി വാങ്ങി. ചേച്ചി പപ്പടം വേണോ ചേച്ചി? വേണ്ട മോളെ. ആരും പപ്പടം വാങ്ങുന്നില്ലല്ലോ. ഞാൻ വന്നിട്ട് എത്ര സമയമായി? ഇതുവരെയായിട്ട് ഒന്നും പോലും വിറ്റ് കഴിച്ചിട്ടില്ല. ഇനി എന്താ ഞാൻ ചെയ്യാ? നേരെ മിരിട്ട്
അമ്മേ നിങ്ങളെവിടെ? ദാ മോനെ വരുന്നു. ഒന്നുപോലും ഞാൻ വിറ്റഴിച്ചിട്ടില്ല. ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോവാ? എത്ര നേരം ഞാൻ ഇവിടെ ഇരിക്കുന്നു. ഒന്നുപോലും വിറ്റഴിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ഞാൻ എങ്ങനെ മുത്തശ്ശിയുടെ മുന്നിൽ പോയി നിൽക്കുക? നല്ല ക്ഷീണവും ദാഹമുണ്ട്. ഒന്നും കഴിച്ചിട്ടുമില്ല. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് മുത്തശ്ശിയുടെ അടുത്ത് എത്തണം. മായ, എന്റെ മായ. മായ, മായ എഴുന്നേൽക്ക്. നിനക്ക് എന്താ പറ്റിയ മായ? മായ എഴുന്നേൽക്ക്. മായ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തും. നിനക്കൊന്നുമില്ല മായ. ആ കൊച്ചി ഇതുവരെയായിട്ട് വന്നില്ലല്ലോ. എങ്ങോട്ടാ ദൈവമേ അത് പോയത്? ആരോടാ ഒന്ന് അന്വേഷിക്കാൻ പറയാ. ഒന്നും മനസ്സിലാവുന്നില്ല. സമയം ഏറെ വൈകിട്ടിയല്ലോ. കുറേ കൂട്ടുകാരെ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ ടി നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ് എല്ലാവരോടും ഹാപ്പി ന്യൂ ഇയർ. നമ്മളോട് ആയിഷ, ഹെസ, ഹുറൈ ഇവർ 3 പേര് ഹായ് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഹാരിസ് ഇവർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ്. ആയിഷ ഇസ്ര നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് ആയിഷ ഇസ്ര. ഇസ ഫാത്തിമ സിഎസ് നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ്. സൈന നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് സൈന. റിദ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് റിദ. ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? ഹിബൻ നമ്മളോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഹിബൻ. സീറ സൈനബ് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്. സയ മെഹറിഷ് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് സയ മെഹറിഷ്. ഹായ് ഫസ്ലു നമ്മളോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഫസ്ലു. ഹെയ്സൽ സറ നമ്മളോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഹെയ്സൽ സറ. നീനുമോൾ നമ്മളോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് നീനുമോൾ. മിൻഹ നമ്മളോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് മിൻഹ. ഫാത്തിമ ഇസ സെൻഹ ഇവർ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്. ഫൈഹാൻ നമ്മളോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഫൈഹാൻ. ഫാത്തിമ നമ്മളോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഫാത്തിമ. ഫാത്തിമ വി നമ്മളോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഫാത്തിമ. ഒരുപാട് ഫാത്തിമ ഉണ്ടല്ലോ. അഫിയ നമ്മളോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് അഫിയ. വദൂദ് നമ്മളോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. വദൂദ് എപ്പോഴും നമ്മളോട് ഹായ് പറയാൻ പറയുന്നുണ്ട് കേട്ടോ. ഹായ് വദൂദ്. ദിയ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് ദിയ. ജസ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് ജസ. ഷനാൻ ഷൈസ നമ്മളോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഷനാൻ ഷൈസ. ആയിഷ നബ നമ്മളോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ആയിഷ നബ. സിദ്രത്തുൽ മുൻതഹ നമ്മളോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് സിദ്രത്തുൽ മുൻതഹ. ഫിസ നമ്മളോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഫിസ. ഫാത്തിമ റിസ്വാന നമ്മളോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഫാത്തിമ റിസ്വാന. അമീറ നമ്മളോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് അമീറ. മൻഫ നമ്മളോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് മൻഫ. സ്നേഹ ഫാത്തിമ ഷാഹുൽ ഷസീൻ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്. ഫാത്തിമ മിൻഹ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഫാത്തിമ മിൻഹ. റഷ ഷാദ ജന്ന ഇവർ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്. റിസ്വാന ഹായ്. റിസ്വാനയുടെ അനിയത്തി റിസാനക്കും എൻ്റെ ഒരു ഹായ്. നബ ജസ നദ ഫഹിയൻ ഫഹസി